കാൽസ്യത്തിൻ്റെ കുറവുള്ള പല ആളുകളുണ്ടായിരിക്കും അല്ലേ? കാൽസ്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല ആളുകളും എന്ത് ചെയ്യാറാണ് സപ്ലിമെൻറ്റ് കഴിക്കുന്ന ഒരു ശീലമാണ് ഇന്ന് പൊതുവായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമ്മളെ ക്ലിനിക്കിലേക്ക് പേഷ്യൻസ് വരുമ്പോൾ തന്നെയാണ് അവരുടെ അടുത്ത് വലിയൊരു ലോഡ് സപ്ലിമെൻറ്റ്സ് ഉണ്ടാവും, കാൽസ്യത്തിനുള്ള വൈറ്റമിൻസ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ വരുന്ന പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് വർഷങ്ങളോളം എന്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കാലങ്ങളോളമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കാൽസ്യം സപ്ലിമെൻറ്റ് എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അത് ഒരു സൈഡ്. അതേ ഭാഗം തന്നെ ചില കേസുകളിൽ മാറാത്ത അസുഖങ്ങളുണ്ടാവും. പലതരത്തിൽ ചിലപ്പം കൈകാലുകളിൽ തരിപ്പ് വരിക, അതുപോലെ ഒരു മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ വരിക, അതുപോലെ തന്നെയാണ് മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരിക, അങ്ങനെ അത് ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങളുടെ ബേസിക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവർ കാൽസ്യത്തിൻ്റെ കുറവ് നല്ലോണം ബോഡിയിൽ കണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ കാൽസ്യം എന്നുള്ളത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഡെയിലി ആക്ടിവിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു എലമെൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾക്ക് കൈയും കാലൊക്കെ വീക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ജോയിൻറ്റ് പെയിനുകളൊക്കെ കൂടാൻ, ഓസ്റ്റിയോആർത്രൈറ്റിസ് ഒക്കെ വേഗം വരാൻ, ബോൺ ഡെൻസിറ്റി, ബോണിൻ്റെ ഒരു തിക്നെസ് ഒക്കെ കുറയാനുള്ള ഒരു പ്രധാന റീസൺ എന്താണ്, ഈ ഒരു കാൽസ്യത്തിൻ്റെ കുറവ് നല്ലോണം കാണുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽസ്യത്തെക്കുറിച്ച്. കാൽസ്യം ഏത് സമയത്താണ് കുറയുക, അത് കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മുടെ ബോഡിയിൽ കാണിക്കും, അതെങ്ങനെ നമ്മൾ കഴിക്കണം, അത് പ്രോപ്പറായിട്ട് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, കൂടാനും പാടില്ല കുറയാനും പാടില്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാൽസ്യത്തെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. അപ്പോൾ ഈ കാൽസ്യം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരൽ കാൽസ്യത്തിന് ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറവ് വന്നാൽ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ചില ആളുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോൺ പെയിൻ വന്നാൽ തന്നെ അത് കാൽസ്യത്തിൻ്റെ കുറവാണ്, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 3-4 ദിവസം കാൽസ്യത്തിന് ഗുളിക കൊടുക്കും. അപ്പോൾ പെയിനൊന്നും കുറവുണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യും, പിന്നെ 2 ദിവസം പിന്നെ പെയിൻ വരും, പിന്നെ കാൽസ്യത്തിന് ഗുളിക കുടിക്കാം. ഇതൊരു ശീലമായിട്ടുള്ള പല ആളുകളുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരുപാട് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ട് കാൽസ്യം, ഇതെന്തുകൊണ്ട് അസുഖം മാറുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കാൽസ്യത്തിൻ്റെ അളവ് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതൊക്കെ ഒരു ക്വസ്റ്റ്യനാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാൽസ്യത്തിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ എന്തൊക്കെ അടയാളങ്ങൾ കാണുമെന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ എടുത്തു പറയാനുള്ളത് ജോയിൻറ്റ് പെയിനുകളാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാൽമുട്ടിന് താഴ്ഭാഗത്തൊക്കെ എസ്പെഷ്യലി എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പെയിന് വരിക, എസ്പെഷ്യലി രാത്രി സമയത്തൊക്കെ നല്ല വേദന അനുഭവപ്പെടുന്ന കണ്ടീഷൻ വരിക, ഉറങ്ങാനൊന്നും പറ്റാത്ത തരത്തിൽ. ചെറിയ കുട്ടികളൊക്കെ ആണെന്ന് വളർച്ചയുടെ സമയത്ത് കാൽസ്യക്കുറവുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചും ഈ സമയത്ത് രാത്രി സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, കാൽസ്യക്കുറവ് കാരണമായിട്ട് നല്ല രീതിയിൽ പെയിന് അനുഭവപ്പെടാറുണ്ടെന്നുണ്ടാകും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ തരിപ്പ് അനുഭവപ്പെടും. നമ്മുടെ കാലിൻ്റെ വിരലുകൾ, കൈകളിലൊക്കെ എന്ത് ചെയ്യുക, നംനെസ് നല്ല രീതിയിൽ അനുഭവപ്പെടുക എന്നുള്ള, തരിപ്പ് അനുഭവപ്പെടുക, ഒരു സെൻസേഷനിൽ നല്ല മാറ്റം എന്ത് ചെയ്യും അനുഭവപ്പെടുക. അതേപോലെ ജനറലായിട്ടൊരു വീക്ക്നെസ്, നല്ല ക്ഷീണം അനുഭവപ്പെടുക, ഒരു എനർജി ഇല്ലാത്തതുപോലെ ഡൗൺ ആയിട്ട്, ഒന്നും ആക്ടിവിറ്റീസിലൊന്നും എൻഗേജ്ഡ് ആകാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ എപ്പോഴും ഒരു ഉറങ്ങണം എന്നുള്ളൊരു ടെൻഡൻസി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ലക്ഷണം എടുത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കാൽസ്യത്തിൻ്റെ കുറവ് കാരണമായിട്ട് മസിൽ നല്ല രീതിയിൽ ക്രാമ്പിങ്, മസിൽ കോച്ചിപ്പെടുത്ത് വരിക, മസിൽ തുള്ളിക്കളിക്കുന്ന ഒരു അവസ്ഥ വരിക. അതുപോലെ തന്നെ ഈ ഒരു ലിപ്പിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തരിപ്പ് പോലൊക്കെ ചില ആളുകൾക്ക് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മസ്കുലർ റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുണ്ട്, നെർവ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുണ്ട്, ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുണ്ട്. ഇങ്ങനെ അതേപോലെ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകളെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഈ ഒരു ക്ലോട്ടിങ്ങിന്, സർക്കുലേഷന്, നല്ല ക്ലോട്ടിങ്ങിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എലമെൻ്റാണ് കാൽസ്യം എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മളെ വേദന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ ക്ലോട്ടിങ്ങിന് നല്ല രീതിയിൽ സഹായിക്കുന്ന ഘടകമാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിന് ഇമ്പോർട്ടൻ്റ് ആണ്, ബോണിന് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ രക്തത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ നാഡികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഓർമ്മശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. ചില ആളുകൾ കണ്ടിട്ടില്ല, ഈ നമ്മൾ പലപ്പോഴും ഈ ഒരു ഡിപ്രഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന് അനുയോജ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കാറ്. പക്ഷേ പലപ്പോഴും കാൽസ്യം കുറഞ്ഞത് കാരണമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഇറിറ്റബിലിറ്റി, പെട്ടെന്ന് ദേഷ്യം വരിക, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഡിപ്രഷൻ തോന്നുക, പിന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥ പോലെ തോന്നുക, ഒരു ബ്രെയിൻ ഫോഗ് പോലെയൊക്കെ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ മേഖലയും ഈ കാൽസ്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാലാണ് ആക്ച്വലി എന്ത് ചെയ്യാറ്, ബോഡി
ബോഡിയിൽ ജോയിൻറ്റിൽ നല്ല വേദന വന്നു, എല്ലുകൾക്ക് നല്ല വേദന അനുഭവപ്പെടുന്നുള്ളതാണ്. അത് നമ്മുടെ രക്തത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് എന്തുകൊണ്ട് കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ രക്തത്തിൽ എങ്ങാനും കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ എല്ലുകളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽസ്യം എന്ത് ചെയ്യും, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും, രക്തത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ബോണിൻ്റെ ബലം കുറയും. നമ്മുടെ ഒരു എല്ല് നല്ല സ്ട്രോങ് ആയിരിക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു എലമെൻ്റാണ് ഈ പറഞ്ഞിട്ടുള്ള കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാൽസ്യം എവിടേക്ക് പോവാണ്, രക്തത്തിലേക്ക് കലരുകയാണ് അല്ലേ. രക്തത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സ്ട്രെങ്ത്ത് കുറയും, ബോണിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഈ പ്രായം ചെന്നിട്ടുള്ള രോഗികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒന്ന് ചെരിഞ്ഞതായിരിക്കും, പക്ഷേ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് കാലിൻ്റെ എല്ലുകൾ ഫ്രാക്ചർ സംഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, കാൽസ്യത്തിന് കുറവ് നല്ലോണം കാണും. അതേപോലെ നല്ല രീതിയിൽ ബോൺ ഡെൻസിറ്റി നല്ല രീതിയിൽ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെൻസിറ്റിയുടെ കുറവ് കാരണം സമയത്ത് അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് കാരണമായിട്ട് പലരും എന്ത് ചെയ്യാറുണ്ട്, സപ്ലിമെൻ്റ് എടുക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സപ്ലിമെൻ്റ് എടുക്കും എന്നുള്ളതാണ്. ഈ സപ്ലിമെൻറ്റും നല്ല രീതിയിൽ നമുക്ക് ഡാമേജ് ആക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ അറിയണം. കാരണം ഇത് കാൽസ്യം അല്ലേ, ഇത് ബോഡിക്ക് വേണ്ടതല്ലേ, എല്ലിന് നല്ല ബലക്ക് കിട്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ അനിയന്ത്രിതമായിട്ട് നിയന്ത്രണമില്ലാതെ തോന്നിയ രൂപത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തത്തിൽ എന്ത് സംഭവിക്കും, കാൽസ്യത്തിൻ്റെ അളവ് നല്ലോണം കൂടും. കാൽസ്യത്തിൻ്റെ അളവ് നല്ലോണം ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തെ അത് നല്ലോണം ബാധിക്കും. എസ്പെഷ്യലി എടുത്ത് പറഞ്ഞ് കിഡ്നിയെ നല്ലോണം ബാധിക്കും എന്നുള്ളതാണ്. കിഡ്നി സ്റ്റോൺ എന്ത് ചെയ്യും, കാൽസ്യം റിലേറ്റഡ് ആയിട്ട് അവിടെ നല്ല കാൽസ്യം ഫോസ്ഫേറ്റ് പോലെ കേട്ട് നല്ല രീതിയിൽ കിഡ്നി സ്റ്റോണിലുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതേപോലെ തന്നെ കിഡ്നി ഡാമേജ്ഡ് ആകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നല്ലതാണ് കഴിക്കുന്നത്, കാൽസ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കിഡ്നിയാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോട് കൂടിയിട്ട്, ഒരു ഡോക്ടറെ ഒരു സഹായത്തോട് കൂടിയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാൽസ്യത്തിന് സപ്ലിമെൻ്റ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ചില ആളുകൾ 1300 1500 ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നല്ലതല്ല എന്ന് കരുതിയിട്ട് ഡയൽ എടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നല്ലതല്ല. അത് ക്രോണിക് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകാതെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കാൽസ്യത്തിന് സപ്ലിമെൻ്റ് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം ഒരു ഫിസിഷ്യനെ കാണുക എന്നുള്ളതാണ്. അത് എടുക്കേണ്ട ആളാണോ എന്നുള്ളത് നമ്മൾ അറിയണം. അതേപോലെ കാൽസ്യത്തിന് ബോഡിയിൽ നിലവിൽ എത്രത്തോളം ടെസ്റ്റുകൾ ചെയ്യണം, അതിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള സപ്ലിമെൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ചിലത് നല്ല ഡോസ് ഉള്ളതുണ്ടായിരിക്കും, ചിലത് നോർമൽ വളരെ കുറവുള്ളതുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എത്ര കുറവുണ്ട് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റമിൻ D3 ബോഡിയിൽ എത്ര ഉണ്ടോ നോക്കണം. കാരണം വൈറ്റമിൻ D കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ കുറയുന്നുള്ളതാണ്. അപ്പോൾ കാൽസ്യം ബോഡിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കൂടുതലാണ്, വൈറ്റമിൻ്റെ ഡിയുടെ ഇമ്പോർട്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ വൈറ്റമിൻ D നോർമൽ ആണോ എന്നുള്ളത് നോക്കണം ഈ കാൽസ്യത്തിൻ്റെ ഗുളിക കുടിക്കുന്നതിന് മുന്നോടിയായിട്ട്. അപ്പോൾ വൈറ്റമിൻ D നിങ്ങൾക്ക് കുറവാണ്, കാൽസ്യം കുറവാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, കാൽസ്യത്തിന് കൂടെ തന്നെ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ വൈറ്റമിൻ Dയും പ്രോപ്പറാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് നമ്മൾ മെഡിസിൻ കഴിച്ച് വെക്കുമ്പോൾ അത് നല്ലതാണെന്ന് കരുതി ഒരിക്കലും ഇംപ്രോപ്പറായിട്ട് എന്ത് ചെയ്യരുത്, കൂടുതൽ കാലം കഴിക്കരുത്. അതും ഈ പറഞ്ഞതുപോലെ ഫിസിഷ്യൻ്റെ സഹായത്തോടെ കൂടിയിട്ട് ടെസ്റ്റുകൾ ചെയ്തിട്ട് നോർമലാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നിർത്തണം. ഇല്ലെങ്കിൽ ബോഡിയിൽ കംപ്ലീറ്റ് ഡാമേജ് ഉണ്ടാകും. എസ്പെഷ്യലി കിഡ്നിയൊക്കെ പെട്ടെന്ന് ഡാമേജ് ആകാതെ പോകുന്ന അവസ്ഥയിൽ വരും. അതേപോലെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ സപ്ലിമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ അറ്റ് എ ടൈം നമ്മൾ 1000 mg അല്ലെങ്കിൽ 1300 1200 mg അറ്റ് എ ടൈം എടുക്കരുത്. അത് എന്ത് ചെയ്യണം, നമ്മൾ ഡോക്ടർ പറയുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്യും. ചിലപ്പോൾ അത് 2 നേരമായിട്ട് ചിലപ്പോൾ 3 നേരമൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സമയം തന്നെ കൂടുതലായിട്ട് സപ്ലിമെൻ്റ് എടുക്കുന്ന സാഹചര്യം വരരുത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇൻഡിവിജ്വലി ഡിപ്പെൻഡാണ്. നമ്മൾ ഓരോ വ്യക്തിത്വങ്ങൾക്കനുസരിച്ച് അവരുടെ ബോഡി അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പുറമെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാൽസ്യം കൂടുന്നതിന് വേണ്ടിയുള്ള സപ്ലിമെൻറ്റിന് കൂടെ തന്നെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിക്കാം. പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ നല്ല രീതിയിൽ കഴിക്കുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോൺ സ്ട്രെങ്ത്ത് നിലനിർത്താനും സർക്കുലേഷൻ പ്രോപ്പറായി കിട്ടാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. സപ്ലിമെൻ്റ് കഴിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. കാരണം നമ്മുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗ്രാജുവലി വല്ല സ്റ്റോണൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കുറയാനും ഈ പറഞ്ഞതുപോലെ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കുറയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ദിവസം എന്തെങ്കിലും 3 ലിറ്റർ വെള്ളം
വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കാൽസ്യം കുറവുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സപ്ലിമെൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അത് കരുതിയിട്ട് നേരത്തെ പോയിട്ട് എന്ത് ചെയ്യരുത്, എനിക്ക് കാലുവേദനയുണ്ട്, മസിൽ കൊച്ചിപ്പെടുത്തുന്നുണ്ട്, തരിപ്പൊക്കെ വരുന്നുണ്ട്, അത് എനിക്ക് കാൽസ്യത്തിന് കുറവാണെന്ന് കരുതിയിട്ട് ഒരിക്കലും ടാബ്ലറ്റ് എടുക്കരുത്. അത് ചിലപ്പോൾ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ വരാം, അല്ലെങ്കിൽ സർക്കുലേറ്ററി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്കും അത് വരാം, അതുപോലെ HBൻ്റെ കുറവുള്ള ആളുകൾക്കുണ്ടെങ്കിൽ അതും വരാൻ സാധ്യതകളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ, സപ്ലിമെൻ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.